എൻ്റെ പേര് ചന്ദ്രാംഗതൻ. ഞാൻ 1981 തൊട്ട് ജിമ്മിലോട്ട് പോകാൻ തുടങ്ങി. എനിക്കൊരു ആഗ്രഹം എന്ന് വെച്ചാൽ ഞാൻ താമസിക്കേണ്ട അടുത്ത് ജിം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ജിമ്മിലൊക്കെ പോകുന്നത് കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായി, എങ്ങനെ ജിമ്മിൽ പോകണം, ബോഡിയൊക്കെ നന്നായിരിക്കണം എന്ന്. അങ്ങനെ കുറച്ച് ബോഡി ബിൽഡിംഗ് ആയിട്ടാണ് ഞാൻ തുടങ്ങിയത്. ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ പങ്കെടുക്കാനല്ല, എന്നാലൊരു ഫിറ്റ്നസ്, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അവിടെ ചെന്ന് ജിമ്മിലൊക്കെ ചെയ്ത് 1 വർഷം 2 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ളവരൊക്കെ ഇതുപോലെ പവർ ലിഫ്റ്റിംഗ് വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം. അപ്പം ഞാനും അതുപോലെ ചെറിയതുപോലെയൊക്കെ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്തു. പക്ഷെ അത് കൂടുതലും ഡേഞ്ചർ വരുന്നതാണ്, ഷോൾഡർ പ്രശ്നം വരുന്ന ആയതുകൊണ്ട് ഞാൻ പിന്നെ പവർ ലിഫ്റ്റിങ്ങിലോട്ട് മാറി. പവർ ലിഫ്റ്റിംഗ് അപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് കയറി. പവർ ലിഫ്റ്റിംഗ് ആദ്യം ജില്ലയ്ക്ക് പങ്കെടുത്തപ്പം മെഡൽ കിട്ടി. മെഡൽ കിട്ടിയപ്പോൾ കുറച്ചുകൂടെ ഒരു ആഗ്രഹം തോന്നി, സ്റ്റേറ്റ് പങ്കെടുക്കാൻ തോന്നി. അങ്ങനെ ഞാൻ സ്റ്റേറ്റ് പങ്കെടുക്കുന്നു. 2003 ഓൾ ഇന്ത്യ സിവിൽ സർവീസിൽ ഞാൻ മെഡൽ കിട്ടിയില്ലെങ്കിലും 4th ചാൻസ് എനിക്ക് വന്നുള്ളൂ. എൻ്റെ ആദ്യത്തേതായിരുന്നു. 2003 മാർച്ചിൽ തിരുവനന്തപുരത്ത് വെച്ചാണ് ഓൾ ഇന്ത്യ സിവിൽ സർവീസ് മീറ്റ് നടന്ന് ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു. എന്നാലും ഞാൻ മാക്സിമം അതിനകത്ത് വെയിറ്റ് ചെയ്തെങ്കിലും എനിക്ക് 4th ഇതേ കിട്ടിയുള്ളൂ. ഞാനത് കളഞ്ഞില്ല, വീണ്ടും മത്സരിക്കാൻ തുടങ്ങി. എല്ലാ ചാമ്പ്യൻഷിപ്പിനും പോയി. പിന്നെയുള്ള എല്ലാ ചാമ്പ്യൻഷിപ്പിലും എനിക്ക് 2nd, 3rd, 4th, പിന്നെ ഗോൾഡ് അങ്ങനെ കിട്ടി. ഇപ്പം ലാസ്റ്റ് ഇപ്പം ഈ കഴിഞ്ഞ മെയ്യിൽ എനിക്കിവിടെ വെച്ച് ഗോവയിൽ വെച്ച് ഇന്ത്യക്ക് വേണ്ടി മത്സരിക്കാനുള്ളൊരു അവസരം കിട്ടി. അന്ന് വേൾഡ് മാസ്റ്റർ ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് 4 ഗോൾഡ് കിട്ടി. ടോട്ടൽ 4ആണ്. അതിൽ 3 ഗോൾഡും 1 സിൽവറും കിട്ടി. അങ്ങനെ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് മെഡൽ കിട്ടി. എന്താണ് ചെറുപ്പം അല്ലെങ്കിൽ ചുറുചുറുക്ക് എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഒരു കൺസെപ്റ്റ്? ചുറുക്ക് നമ്മുടെ ബോഡി ഫിറ്റ് ആയിരിക്കണം, എങ്കിലേ നമുക്കൊരു ചുറുക്കുണ്ടാവുള്ളൂ. എക്സസൈസ് മെയിൻ ആണ്. കാരണം നമ്മൾ 1 മണിക്കൂറെങ്കിലും 2 മണിക്കൂർ മാറ്റി വെച്ചാൽ നമുക്ക് ചെയ്യാം. ചെയ്ത് നമുക്ക് നമ്മുടെ എല്ലാ എക്സസൈസും എല്ലാം നമ്മൾ ഫുഡ് കഴിച്ചു, മൊബൈൽ കണ്ടു, TV കണ്ട് കിടന്നുറങ്ങുന്നതിന് കാര്യം നല്ലത്. നമ്മൾ ഇതിനായിട്ട് 1 മണിക്കൂർ മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഈ എക്സസൈസ് ചെയ്ത് ബോഡി ഫിറ്റായിരിക്കും. നമുക്കൊന്ന് ഓടുവോ ചാടുവോ പെട്ടെന്ന് കുഞ്ഞൊരു സാധനം എടുക്കുവോ എന്തെങ്കിലും എടുക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. ഇപ്പോഴത്തെ പിള്ളേരെക്കായാലും സുഖമായിട്ട് നമുക്ക് എടുക്കാം. ഇപ്പം എല്ലായിടത്തും തന്നെ എല്ലാ ജംഗ്ഷനിലും ഒരു ജംഗ്ഷൻ നോക്കുവാണെങ്കിൽ അവിടെ 3-4 ജിമ്മുണ്ട്. ഇപ്പം ഫിറ്റ്നസ് പോകുന്ന ഒത്തിരി പിള്ളേർ. പക്ഷേ ഈ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇതുവരെയായിട്ട് ജിമ്മിൽ പോകാറില്ല. അവർക്ക് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ അയ്യോ നടുപൊടിയും അസ്ഥി പൊട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല. പോകുന്ന ഏജുള്ള കക്ഷികൾ എന്നാലും ചെറിയ തോതിൽ ചെറുതായിട്ട് ചെയ്ത് 2-3 മാസം കഴിയുമ്പോൾ കുറേശ്ശെ വെയിറ്റ് എടുത്ത് ചെയ്യുന്നത് നല്ലത്. പക്ഷേ മസിൽസ് എപ്പോഴും പവറായിരിക്കണം. നമ്മളൊരിപ്പോൾ ഏജിലായ കക്ഷികൾ ഒരൊന്നും മറിഞ്ഞ് വീഴുവാണെങ്കിൽ നമ്മുടെ അസ്ഥി പൊട്ടാം. പക്ഷേ ഈ മസിൽസ് പവർ ഉണ്ടെങ്കിൽ അത് പൊട്ടലുണ്ടാകത്തില്ല. അതൊരു നമുക്ക് ഉള്ള നല്ലൊരു അനുഭവമാണ്. എന്തായാലും ദൈവ സഹായിക്കാൻ ഇതുവരെയായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നിട്ടില്ല. നമ്മുടെ ഈ പവർ ലിഫ്റ്റിങ്ങിൽ ചെറിയതിൽ ഇഞ്ചുറി പറ്റും, ഒരു മസിൽ ചെറിയ ഉണ്ടാവും. അത് നമുക്ക് 1-2 മാസത്തെ റെസ്റ്റ് കഴിയുമ്പം അത് നമ്മൾ വീണ്ടും റെഡിയാവും. അപ്പം നമുക്ക് ഈ ഹാപ്പിയാണ്, നല്ല ഹാപ്പിയാണ്, സന്തോഷമാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ പറയും ഷഷ്ടിപൂർത്തിക്ക് ക്ഷണിക്കാം, ഷഷ്ടിപൂർത്തി ഞാൻ വലിയ ഗംഭീരമായിട്ട് നടത്താൻ പോവുകയാണ് എന്നൊക്കെയാണ്. പക്ഷെ ചന്ദ്രാംഗതൻ അദ്ദേഹത്തെ പോലെയൊക്കെ ഉള്ളവരെ കാണുമ്പോഴാണ് എന്തിനാണ് ഈ ഷഷ്ടിപൂർത്തിയും അതുപോലെ സപ്തതിയും അത് കഴിഞ്ഞിട്ടുള്ള 85ാമത്തെ വയസ്സിന് എന്താ പറയണമെന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അതൊക്കെ നമ്മൾ ആഘോഷിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഇത്തരം ആഘോഷങ്ങൾ വരുമ്പോഴാണ് വയസ്സായി, ഇനിയിപ്പോൾ ചെറുപ്പക്കാരെ പോലെ നടക്കാൻ പറ്റില്ല എന്നുള്ള തോന്നൽ നമുക്കുണ്ടാകുന്നു. പക്ഷെ മറിച്ച് അദ്ദേഹം പറയുന്നില്ല, എപ്പോഴും നമ്മുടെ ശരീരത്തെ നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞാൽ സ്നേഹിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയൊക്കെ ആക്റ്റീവ് ആകാൻ പറ്റുകയുള്ളൂ. എന്തായാലും ഇവരെ നമുക്കൊരിക്കലും വൃദ്ധന്മാർ എന്ന് പറയാൻ പറ്റില്ല. ചെറുപ്പം തികഞ്ഞ ചെറുപ്പക്കാർ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇവരെ പറയാൻ സാധിക്കും. അവരുടെ മനസ്സും അവരുടെ ശരീരവും ഇന്നത്തെ ജൻസിയിലുള്ള പലരെക്കാളും ചെറുപ്പമാണ്. ഇത്തരക്കാർ വേണം നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ടാകേണ്ടത്. കാരണം അപ്പോൾ ഒരു മരവിപ്പില്ലാത്ത ഒരു ജനറേഷൻ, ഒരു സമൂഹം നമുക്ക് ചുറ്റും ഉണ്ടാകും. എല്ലാവരും ഇതുപോലെ ഉള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് വരട്ടെ. ഇവരൊക്കെ അതിലുള്ള ഒരു പ്രചോദനമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്.